ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം. അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശുവും ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു ആഴപ്പെട്ട ബന്ധമാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ അപ്പസ്തോലന്മാരുടെ ഒരു അവബോധം, അവരുടെ യഥാർത്ഥമായ നിജാവസ്ഥ അവർ മനസ്സിലാക്കി യേശുവിനോട് പറയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞുപോയി, ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ വിശ്വാസം മന്ദീഭവിച്ചു പോയി. കർത്താവേ, ഞങ്ങൾക്ക് ഇത്രയും വിശ്വാസം പോരാ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധമാനമാക്കി തരണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷയിലൂടെ അച്ഛൻ കാണുന്ന ഒരു കാര്യം, മനുഷ്യരില് ദൈവവിശ്വാസം കുറഞ്ഞുപോയി, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ദൈവവിശ്വാസം മരവിച്ചുപോയ ഒരവസ്ഥ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഈ വിശ്വാസ കുറവ് മൂലം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉയരുന്നത്, വളരുന്നത്? ദൈവത്തിലുള്ള വിശ്വാസമാണ് ആഴപ്പെട്ട അടിസ്ഥാനപരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക്, വളർച്ചയ്ക്ക് നിദാനമായിട്ട് നിൽക്കുക. ഇന്ന് ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വാസത്തിന്റെ കുറവ് അത് ജീവിതത്തിൽ തകർച്ചകളായും ജീവിതത്തിൽ എത്തേണ്ടിടത്ത് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ ഇതാ ആയിത്തീരുന്ന ഒരവസ്ഥ. കർത്താവായ യേശുവേ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കള്, കർത്താവേ, വിശ്വാസരാഹിത്യം, അവിശ്വാസത്തിന്റെ മേഖലകള്, കർത്താവായ യേശുവേ, സാത്താൻ ദൈവമക്കളിലേക്ക് കൊണ്ടുവന്ന വിശ്വാസരാഹിത്യത്തിന്റെ, അവിശ്വാസത്തിന്റെ സകല ബന്ധനങ്ങളും കെട്ടുകളും നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൗരോഹിത്യ അധികാരത്തെ വീട്ടഴിയട്ടെ, വീട്ടടിഞ്ഞു മാറി പോകട്ടെ, വിട്ടുവപ്പിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, അങ്ങേക്ക് ആരാധന.